പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയ തോതിലുള്ള പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരാർ ഇന്നു മുതൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യയും UK-യും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ആണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ പല ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ തോതിലുള്ള കുറവ് വരുത്തുന്ന കരാറാണിത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ കയറ്റുമതി ഇറക്കുമതി വ്യവസായത്തിലും നിർണായകമാകുന്ന പ്രതിഫലനം സൃഷ്ടിക്കുന്ന ഒരു കരാറാണിത്. ഈ കരാറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുക എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യയും UK-യും തമ്മിൽ ഉള്ള സ്വതന്ത്ര വ്യാപാര കരാർ ആണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത് എന്നതാണ്. ഈ കരാർ ഒപ്പുവെച്ചത് 2025 ജൂലൈ 24 ആയിരുന്നു. 2025 ജൂലൈ 24 ഒപ്പുവെച്ച കരാർ ആണ് ഒരു വർഷത്തിന് ശേഷം പ്രാവർത്തികമാകുന്നത്. ഈ കരാർ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ആണ് സൃഷ്ടിക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ ഇനി വിശദമായി പോകുന്നത്. അതിലെടുത്തു പറയേണ്ടത് നമ്മുടെ രാജ്യത്ത് വില കുറയുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കോച്ച് വിസ്കി, അതോടൊപ്പം തന്നെ ജിൻ, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് എന്നിങ്ങനെ UK-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് വലിയ തോതിൽ വില കുറയാൻ പോകുന്നത്. ഇത് മാത്രവുമല്ല, ശീതളപാനീയങ്ങൾ, UK-യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വില കൂടിയ കാറുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെയും വില ഗണ്യമായി കുറയും. എങ്ങനെയാണ് ഈ വില കുറയുന്നത്? നേരത്തെ സൂചിപ്പിച്ചു, വിസ്കി, ജിൻ എന്നിവയുടെ വിലയിൽ കാര്യമായ കുറവുണ്ടാകും എന്നുള്ളത്. നിലവിൽ ഇറക്കുമതി തീരുവ എന്നത് 150% ആണ് ഇപ്പോൾ ഉള്ളത്. ജിന്നിനും വിസ്കിക്കും 150% ഇറക്കുമതി തീരുവ ആണ് ഉള്ളത്. ഈ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഇറക്കുമതി തീരുവ നേരെ പകുതിയായിരിക്കുന്നു. 50% ഇടിവുണ്ടാകുന്നു. അങ്ങനെ 75% കുറയും. അതുമാത്രവുമല്ല, കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം അടുത്ത 10 വർഷത്തിനകം ഈ നികുതി ഇറക്കുമതി തീരുവ ഏതാണ്ട് 40% എത്തുകയും ചെയ്യും. അങ്ങനെ ഘട്ടം ഘട്ടമായി വില കുറയും. പക്ഷേ അവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഉൽപാദന ചെലവ് ഈ ഘട്ടത്തിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. ആ സാഹചര്യത്തിന് അനുസരിച്ചായിരിക്കും വില പ്രതിഫലിക്കുക. മറ്റൊന്ന് കാർ ആണ്. കാർ എന്ന് കേൾക്കുമ്പോൾ പ്രിയ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ആഡംബര കാറുകൾ ആണ്. ജാഗ്വർ പോലെയുള്ള റോൾസ് റോയ്സ് പോലെയുള്ള വില കൂടിയ കാറുകൾ. ആ വില കൂടിയ കാറുകൾക്ക് ഒരു കാറിൽ തന്നെ ഏതാണ്ട് 3 കോടി രൂപ വരെയൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനും കാരണമായി പറയുന്നത്, നിലവിൽ ഇത്തരം റോൾസ് റോയ്സ് പോലെ വില കൂടിയ കാറുകളുടെ നികുതി എന്നത് 110% എന്നതിൽ നിന്ന് 10 വർഷം കൊണ്ട് 10% ചുരുങ്ങും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഈ നികുതി ഇളവ് ബാധകമല്ല. അതിന് കാരണമെന്നത്, കൂടുതലായി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വാഹന നിർമ്മാതാക്കൾ ഉൾപ്പെടെ ഉള്ളവർക്ക് വലിയ തിരിച്ചടിയായി മാറരുത് ഈ കരാർ എന്നതുകൊണ്ടാണ് ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ലാത്തത്. ഇലക്ട്രിക് വാഹനങ്ങളോ ഹൈബ്രിഡ് വാഹനങ്ങളോ UK-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചാൽ അവർക്ക് ഈ നികുതി ഇളവ് ബാധകമായിരിക്കില്ല. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊന്ന്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, അതായത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 99% ഉൽപ്പന്നങ്ങളുടെയും നികുതി ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറിയും ഒക്കെയായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, മറ്റ് വൈദ്യശാസ്ത്ര രംഗത്തെ പല ഉൽപ്പന്നങ്ങൾ, IT മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ UK-യിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് കയറ്റുമതി ചെയ്യുമ്പോൾ ആ രാജ്യത്ത് ഒരു നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നികുതിയോട് കൂടിയാണ് ആ പ്രൊഡക്റ്റ് ആ രാജ്യത്ത് ലഭിക്കുന്നത് എങ്കിൽ ഇനി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും അത് ബാധകമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബ്രിട്ടനിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായി വില കുറയും. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് തുണിത്തരങ്ങൾ ആണ്. മറ്റൊന്ന് സമുദ്ര ഉൽപ്പന്നങ്ങൾ ആണ്. മറ്റൊന്ന് ഇന്ത്യയിൽ നിന്ന് വ്യാപകമായി ചെരുപ്പ്, പല മാതൃകയിലുള്ള ചെരുപ്പുകൾ UK-യിലേക്ക് പോകുന്നുണ്ട്. തുകൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഇന്ത്യയിൽ നിന്ന് UK-യിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്കെല്ലാം ബ്രിട്ടനിൽ വില കുറയുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, കായിക ഉപകരണങ്ങൾ,
കളിപ്പാട്ട വിപണി. ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ ഒരു കളിപ്പാട്ട വിപണി എന്നത് ചൈനയാണ്. പക്ഷേ അതിനെ മറികടക്കുന്ന തരത്തിൽ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിൻ്റെ ഒക്കെ ഭാഗമായി നിരവധിയായി കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റുകളൊക്കെ സജീവമാണ്. ഒപ്പം ഇന്ത്യയുടെ ആഭരണങ്ങൾക്ക് ലോകത്ത് തന്നെ വലിയ മാർക്കറ്റുണ്ട്, UK യിലുമുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ബ്രിട്ടനിൽ വില കുറയും ഈ കരാറിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകൾ, വാഹനങ്ങളുടെ പാർട്സുകൾ, ഓർഗാനിക് കെമിക്കലുകൾ ഇവയുടെയും വില കുറയും എന്നതാണ് ബ്രിട്ടനിലെ സാഹചര്യം. ഇനി എടുത്തു പറയേണ്ട മറ്റൊന്ന്, നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള നിരവധിയായ ആളുകൾ ഇപ്പോൾ തന്നെ ബ്രിട്ടനിൽ ഉണ്ട്. നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്ക് ഈ കരാറിൻ്റെ ഭാഗമായി വലിയ നേട്ടം ഉണ്ടാകുന്നത് നിലവിൽ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിത ചെലവിൻ്റെയും അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ താമസിക്കുന്നു, ജീവിക്കുന്നു എന്നതിൻ്റെ ഭാഗമായി സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് അവർ നൽകേണ്ടതായി വരുന്നുണ്ട്. ഈ തുക ഇനി അവർക്ക് ഒഴിവായി കിട്ടും എന്ന് മാത്രവുമല്ല, ഈ ലാഭം, അതായത് ഏതാണ്ട് ശമ്പളത്തിൻ്റെ 25% ഇങ്ങനെ ഇവർക്ക് ചെലവാക്കേണ്ടി വരുന്നത്. ആ തുക അവർക്ക് PFൻ്റെ ഭാഗമായി അവർക്ക് ലാഭിക്കാം എന്ന് മാത്രവുമല്ല, ആ തുകയ്ക്കൊരു നിശ്ചിതമായ പലിശ കൂടി ലഭിക്കും എന്നതുകൊണ്ട് തന്നെ അവർക്ക്, പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് വലിയ നേട്ടമാണ്. ഒപ്പം ഇന്ത്യൻ കമ്പനികൾ, അതായത് ബ്രിട്ടനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾ മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്കാരെ മാറ്റുമ്പോൾ അടക്കം വലിയ തോതിലുള്ള വിസ ഇളവ് ഉണ്ട് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ കൂടി ഈ കരാറിൻ്റെ ഭാഗമായി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു ആശങ്ക എന്നത്, ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി തീരുവ ഇല്ലാതെ അനസ്യൂതം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാകില്ലേ, ഡിമാൻഡ് ഇല്ലാതാകില്ലേ എന്നുള്ളതാണ്. ആ ആശങ്ക പ്രധാനമായും പങ്കുവെച്ചത് കർഷകർ ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ കാർഷിക വൃത്തിയിൽ നിന്ന് ആളുകൾ കുറയുന്നു. നിലവിൽ കർഷകരിൽ പലരും ലാഭത്തിലല്ല കൃഷി നടത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ സബ്സിഡിയോടുകൂടിയാണ് കേരളത്തിൽ പോലും പല കൃഷിയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാർഷിക വിളകളുടെ വില വീണ്ടും കുറയില്ലേ എന്ന ഒരാശങ്കയുണ്ടായിരുന്നു. അവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്നത് പാൽ ഉൽപ്പന്നങ്ങൾ, ആപ്പിൾ, ചീസ്, പഞ്ചസാര, അരി, പോർക്ക്, കോഴിയിറച്ചി ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഈ നികുതി ഇളവ് എന്നത് ബാധകമല്ല എന്നതാണ്. ഈ ഏതുൽപ്പന്നവും, പാലുൽപ്പന്നം UK യിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിന് കൃത്യമായി ഇറക്കുമതി തീരുവ നൽകേണ്ടതായി വരും. ആപ്പിൾ, ചീസ്, പഞ്ചസാര പോലെയുള്ളവ ഇറക്കുമതി ചെയ്യുമ്പോഴും അതിന് ഇറക്കുമതി തീരുവ നൽകേണ്ടതായി വരും. അതായത് ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഉൽപ്പന്നങ്ങളെ ഈ നികുതിയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്നതാണ്. ഇനി അത് എത്രത്തോളം ബൃഹത്തായ നമ്മുടെ ലോകരാജ്യങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങൾ മാറി വരികയാണ്. നമ്മൾ കൂടുതൽ രാജ്യങ്ങളുമായി നല്ല സഹകരണത്തിൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന രാജ്യങ്ങളുമൊക്കെയായുള്ള അകലം കൂടുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുമായി അകലം കൂടുമ്പോൾ UK യുമായി കൂടുതൽ സൗഹൃദം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം. അതിൻ്റെ മറ്റൊരു കണക്ക് വ്യക്തമാക്കുന്നത് ഇന്ത്യയും UK യും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ കണക്കുകളാണ്. 2025-26 സാമ്പത്തിക വർഷം $25.13 ബില്യൺ വ്യാപാരം ആണ് ഇന്ത്യയും UK യും തമ്മിൽ നടന്നിട്ടുള്ളത്. ഇത് 2024-25 സാമ്പത്തിക വർഷം എന്നത് 23 ആയിരുന്നു എന്നതാണ്. 23 ബില്യണിൻ്റെ വ്യാപാരം ആണ് തൊട്ടടുത്ത സാമ്പത്തിക വർഷം 26-ലധികം എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഏതാണ്ട് $13.44 ബില്യൺ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് നമ്മുടെ രാജ്യം ഓരോ സാമ്പത്തിക വർഷവും UK യിലേക്ക് കയറ്റി അയക്കുന്നത്. UK യിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന പ്രൊഡക്റ്റുകൾ അത് ഏതാണ്ട് $11.68 ബില്യൺ. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്നു എന്നതാണ് അധികവും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ കയറ്റുമതിക്കാർക്കാണ് ഈ കരാറിലൂടെ കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത്. ഇനി UK യിലെ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്ന നേട്ടം, അടുത്ത 10 വർഷത്തിനുള്ളിൽ 900 ദശലക്ഷം പൗണ്ട് ഈ UK യിലെ കയറ്റുമതിക്കാർക്ക്, UK യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുന്നവർക്ക് ഈ നികുതി ഘടനയിലൂടെ അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ 900 ദശലക്ഷം പൗണ്ട് ലാഭിക്കാൻ പറ്റും എന്നതാണ് കണക്കുകൾ. അതേസമയം ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അതായത് 2040 ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള കയറ്റുമതി എന്നത് 60% വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത്
ബ്രിട്ടനിൽ നിന്നുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരും. ബ്രിട്ടനിൽ നിന്ന് ഇപ്പോഴുള്ള കയറ്റുമതിയിൽ 60% വർധനവുണ്ടാകും. അങ്ങനെ വിലക്കുറവിൽ മികച്ച ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് 2040 ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് ഈ കരാറിലൂടെ രാജ്യം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും വലിയ നേട്ടം കൊയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷ പുലർത്തുകയാണ്. ഏതാണ്ട് 25% വർധനവാണ് ഈ വിഷയത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ, നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം രാജ്യ താല്പര്യത്തിനായിരിക്കും ഊന്നൽ നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നിർണായക കരാറിലേക്ക് നമ്മുടെ രാജ്യം പോവുകയും അങ്ങനെ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.